വിശുദ്ധ പൗലോസ് പറയുന്ന വചനമാണ്. ഒരു 3-ാം വാക്യം മാത്രം ആദ്യം വായിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്താവിന്റെ നാമത്തിന് സ്തുതി ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് പട്ടണങ്ങളിൽ വിസിറ്റ് ചെയ്ത് സ്തോത്രം തന്റെ ശുശ്രൂഷയാൽ ഉണ്ടാക്കപ്പെട്ട ആ ദൈവസഭകളെ സ്തോത്രം വിസിറ്റ് ചെയ്യുമ്പോൾ സ്തോത്രം ഒരു കാലഘട്ടത്ത് അത് കൃപാവരങ്ങളിൽ 9 കൃപാവരങ്ങളോടുകൂടെ നിറഞ്ഞു നിന്ന ഒരു സഭയാണ്. പിന്നെ കാലത്തിന്റെ പഴക്കത്തിൽ ആ സഭയിൽ വന്ന് നോക്കുമ്പോൾ ആ സഭയിൽ ഒരു വഷളത്വം വന്നിരിക്കുന്നു. ഇവിടെ പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം സ്തോത്രം കർത്താവിന്റെ വരവ് സമയമായിരിക്കുന്നത്. നാം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു കൂട്ടർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് സ്തോത്രം അതായത് സഭയ്ക്കകത്ത് തന്നെ ദൈവത്തിന്റെ അകത്ത് തന്നെ സ്തോത്രം ഭക്ഷണത്വവും ദൈവത്തിന്റെ ഭയമില്ലാത്തൊരു അനുഭവമാണ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. എപ്രകാരമാണ് സ്തോത്രം സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി സ്തോത്രം തേജസ്സിന്റെ വസ്ത്രത്താൽ അവനെ സ്തോത്രം ഉടുപ്പിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. 8-ാം സങ്കീർത്തനം 4:5 പറയുന്നു, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ച് ബഹുമാനവും തേജസ്സും അണിയിച്ചിരുന്നു. എന്നാൽ സ്തോത്രം ഈ മനുഷ്യൻ വളരെ ഹാപ്പി ആയിരുന്നു. ആദമും ഹവ്വയും ദൈവസന്നിധിയിൽ ഇതുപോലെ വൈകാരമാകുന്ന സമയം തമിഴ് പറയുന്നത് പകലിൽ കുളിർച്ചയാണ് നേരത്തിലെ സ്തോത്രം. അതായത് വൈകാരായ സമയത്ത് യഹോവയായി ദൈവം തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദമും ഹവ്വയും വളരെ ഹാപ്പി ആയിരുന്നു. സ്തോത്രം 2 മനുഷ്യരാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ 2 മനുഷ്യർക്ക് വേണ്ടി യഹോവയായ ദൈവം സ്തോത്രം തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. സ്തോത്രം ദൈവത്തിന്റെ കാലൊച്ച കേൾക്കുമ്പോൾ തന്നെ അവർ വളരെ സന്തോഷിക്കപ്പെട്ട വ്യക്തികളായിരുന്നു. സ്തോത്രം കാരണം അവർ ധരിച്ചിരുന്നത് ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രമാണ്. ദൈവത്തിന്റെ കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. ദൈവമായിട്ട് വലിയൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെ തകർക്കുവാൻ സ്തോത്രം അതായത് മനുഷ്യന്റെ സ്തോത്രം സൃഷ്ടിക്ക് മുമ്പേ ദൂതന്മാർ സ്തോത്രം വീണുപോയി നമുക്കറിയാം. സ്തോത്രം ആ ദൂതന്മാരിൽ സ്തോത്രം വീണുപോയ ദൂതൻ സർപ്പമായി സ്തോത്രം ആ സർപ്പത്തിന്റെ ഭേഷത്തിൽ കടന്നു വന്ന് സ്തോത്രം ഹവ്വ മാത്രമുള്ളപ്പോൾ ആദമില്ലാത്ത സമയത്ത് സ്തോത്രം ആ തോട്ടത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. സ്തോത്രം തോട്ടത്തിലെ അതായത് യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതോ എന്നൊക്കെ ചോദിച്ചിട്ട് കടന്നു വരുമ്പോൾ സ്തോത്രം അവർ ഹവ്വ പറയുകയാണ്, തിന്നുകയും അരുത് തൊടുകയും അരുതെന്ന് പറയുന്നു. സ്തോത്രം ആ പറഞ്ഞ ഒരു വാക്ക് മുതലാക്കി കൊടുത്തുകൊണ്ട് സ്തോത്രം പറയുകയാണ്, നിങ്ങൾ സ്തോത്രം നീ തിന്നുന്ന നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കണ്ണ് തുറക്കും, ദൈവത്തെ പോലെ ആയിത്തീരും. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ സാത്താൻ പറയുകയാണ് സ്തോത്രം നിങ്ങളുടെ കണ്ണ് തുറക്കുക മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വലിയൊരു മോഹം ഹവ്വയെ സ്തോത്രം ആ വഞ്ചനമായ അനുഭവത്തിലേക്ക് സ്തോത്രം കൊണ്ടുപോവുകയും വഞ്ചിച്ചിട്ട് ആ പഴം പറിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിയുമ്പോൾ സ്തോത്രം അവര് മാത്രമല്ല ആദമിനെ കൊടുത്തു. ഇപ്പോൾ നഷ്ടപ്പെട്ടത് ഒന്ന്, ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം അവർ നഗ്നരായി. സ്തോത്രം അവർ വൃക്ഷങ്ങളുടെ ഇടയിലേക്ക് അവർ ഒളിക്കുകയാണ്. അപ്പോഴാണ് സ്തോത്രം വീണ്ടും കർത്താവ് വരുമ്പോൾ, ആദമേ നീ എവിടെ നിന്ന് കേൾക്കുമ്പോൾ സ്തോത്രം അവൻ യേശുവിനെ ദൈവത്തിന്റെ അടുത്ത് വരുവാൻ കഴിയുന്നില്ല. നമുക്കറിയാം മുടി ലോകത്തിലും സ്തോത്രം തിങ്ങി പാർക്കുന്ന ജനങ്ങളിൽ സ്തോത്രം കോടിക്കണക്കായ ജനങ്ങൾ സ്തോത്രം പറയും, നിങ്ങളുടെ പ്രസംഗം നല്ലതാണ്,
നിങ്ങളുടെ ആരാധന നല്ലതാണ്. സ്തോത്രം. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വന്നാൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ വന്നാൽ ഞാൻ ശരിക്കും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോകത്തിലെ ജനങ്ങളെ പോലെ ജീവിപ്പാൻ കഴിയത്തില്ല. ഈ ലോകത്തിന് വേണ്ടി, ഈ ലോക നന്മകൾക്ക് വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച ധാരാളം ജനങ്ങളെ നമുക്കറിയാം. പിന്മാറിപ്പോയ അനേക പെന്തക്കോസ്തുകാരെ അറിയാം, പിന്മാറിപ്പോയ അനേക പാസ്റ്റേഴ്സിനെ അറിയാം. സ്തോത്രം. എന്നാൽ ഇത് കണ്ടിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, സ്തോത്രം, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ഹല്ലേലൂയ, ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകും ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനിയൊരു വചനം നമുക്ക് വായിക്കാം. ദൈവം, സ്തോത്രം, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം വേഗത്തിൽ നമുക്ക് വായിക്കാം. സ്തോത്രം. കൊരിന്ത്യർ ലേഖനത്തിൽ